ക്ഷേത്രങ്ങളിലെ കോടതി ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കോടതിക്ക് മേൽനോട്ടം മാത്രമേ ഉള്ളൂ എന്നും ഇപ്പോൾ ദേവസ്വങ്ങളിലേക്ക് ഒരു പൂ വാങ്ങണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി വേണ്ട സ്ഥിതിയാണെന്നും കെ മുരളീധരൻ വിമർശിക്കുന്നു. കോടതിയുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ടതാണെന്നും കെ മുരളീധരൻ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും കോടതിയുടെ ഇടപെടലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളും ഉണ്ട്. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്കുള്ളൂ. വക്കീൽമാരായിട്ടവർക്കറിയാം. ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷനെ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. പിന്നെ എല്ലാവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു പാനൽ കൊടുക്കണം ഹൈക്കോടതി. കൊച്ചിയിലത് വേണ്ട, മലബാറിലും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്താണ് 3 പ്രധാന ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂറിന് മാത്രം എന്താ കുട്ടികളാണ് തീരുമാനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട. നിയമസഭയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, നിയമസഭയിൽ അങ്ങനെ ആരും പഠിക്കേണ്ടത്. ഈ വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം തീരാത്ത അവസ്ഥ ആണെന്നും പ്രസംഗത്തിന് പിന്നാലെ കെ മുരളീധരൻ വിശദീകരിച്ചു. ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ ഗവൺമെൻറ്റിനുള്ളതാണ്. അതേസമയത്ത് തെറ്റുകൾ കണ്ടാൽ കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ തിരുത്താം. പക്ഷേ ഇന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും കോടതിയുടെ നിയന്ത്രണം ശരിയല്ല. അതേപോലെ ഈ ഒരു പൂ മേടിക്കാൻ പോലും കോടതിയുടെ അല്ല, തിരുവിതാംകൂർ ദേവസ്ഥയിലെ ശബരിമലയുടെ കാര്യത്തിൽ എല്ലാം ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവിടെ ഒരു അവകാശവും ദേവസ്വം ബോർഡിനോ ഗവൺമെൻറ്റിനോ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണവും SITയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല. കോടതിയുടെ നിയന്ത്രണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞാലും കേസ് അന്വേഷണം തീരാത്ത അവസ്ഥയാണ് കാണുന്നത്. കോടതിക്ക് നേരെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാകുന്നത്. MS ലിഷോയി വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയി, ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് കോടതിക്ക് എതിരായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നത്. അനിയന്ത്രിതമായി കോടതി ദേവസ്വങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണോ? ഇതിൽ ക്ഷേത്രങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ മുരളീധരൻ പറയുന്നത്. എവിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശമൊക്കെ നടത്തിയിരിക്കുന്നത്? ഇന്ന് രാവിലെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആൽമരം മുൻപിൽ ആൽമരം നടലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ കോടതിക്കുള്ള അമിതാധികാരം എന്ന ഒരു വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. അതായത് പല കാര്യങ്ങളിലും കോടതി അമിതമായി ഇടപെടുന്നു. ഓരോ നിയമനങ്ങൾ, അതുപോലെ തന്നെ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ലാത്ത ഘട്ടത്തിൽ പോലും ആ തലങ്ങളിലേക്ക് പോലും കോടതികൾ ഇടപെടുന്നു. ഒരു പൂ വാങ്ങണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും കോടതികൾ ഇടപെടുന്നു. കോടതികളെ സംബന്ധിച്ചിടത്തോളം കോടതികൾക്ക് മേൽനോട്ട ചുമതല, അതായത് ഏതെങ്കിലും തരത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ചുമതല മാത്രമാണ് ഉള്ളതെന്ന് കെ മുരളീധരൻ പറയുന്നു. അതല്ലാതെ ഈ അവിടെ സ്റ്റാഫുകളെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ അദ്ദേഹം അതിനുശേഷവും ഈ നിലപാടുകൾ തന്നെ ഉറച്ചു നിന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ച ശേഷം നമ്മൾ പ്രതികരണം തേടിയിരുന്നു. ആ പ്രതികരണം തേടിയപ്പോഴും, അതായത് ഈ കോടതിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച്, അത് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് സർക്കാർ ഒരു നിലപാടെടുക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ SITയുടെ യാതൊരു വിധത്തിലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ അന്വേഷണം തന്നെ പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മറ്റേ അദ്ദേഹം പറയുന്നത്. അവിടെ കുറച്ചുകൂടി സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളെ പറ്റി പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി എത്രമാത്രം ശക്തമായിട്ടുള്ള താക്കീത് നൽകി, കടുത്ത നടപടി സ്വീകരിച്ചു, വിമർശനം ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട് SIT അന്വേഷണം നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ്. അവിടെ എന്തുകൊണ്ട് കോടതി ഇതിൽ മേൽനോട്ടം വഹിക്കുന്നുകൊണ്ട് അന്വേഷണം നീണ്ടുപോകുന്നു എന്നുള്ള മുരളീധരന്റെ വാദം എന്താണ്?
അതായത് SITയുടെ അന്വേഷണം അത് കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല എന്ന വിമർശനമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിലെത്തി SITയുടെ അന്വേഷണം നിൽക്കുകയാണ്. അതിൽ കൂടുതലായി മുന്നോട്ട് പോകാനോ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാനോ SITയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും SITക്കെതിരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ SITയുടെ അന്വേഷണം അത് ഏത് സമയത്ത് അവസാനിക്കും, ഈ ഒരു തലമുറയിൽ തന്നെ അത് അവസാനിക്കുമോ എന്നുള്ളൊരു സംശയം പോലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതായത് SITയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ സർക്കാർ തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു വിമർശനം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷണം ആരംഭിച്ചതാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് SITയുടെ അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നത് എങ്കിൽ പോലും ഈ സർക്കാരിനോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനോ ഒന്നും തന്നെ അതിൽ യാതൊരു വിധത്തിലും നിയന്ത്രണങ്ങളോ അതിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം ഒരു ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകാനോ അന്വേഷണം വേഗത്തിലാക്കാൻ പറയാൻ പോലും കഴിയാവുന്ന ഒരു സാഹചര്യമല്ല SITക്ക് മേൽ സർക്കാരിനുള്ളത്. അതിൽ ഒരു രോഷം അത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വിമർശനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, മന്ത്രിസഭ ചേരുമെന്ന് അദ്ദേഹം പറയുന്നു. മന്ത്രിസഭ ചേർന്നിട്ടില്ല. ഇപ്പോൾ എങ്ങനെ ഒരു കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ എങ്ങനെ നീങ്ങാനാണ് സർക്കാർ തീരുമാനം? എന്താണ് മന്ത്രി ഇതിൽ പറഞ്ഞു വെക്കുന്നത്? അതായത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതികളുടെ ഇടപെടലുകൾ, ദേവസ്വം ബോർഡുകൾക്ക് മേലുള്ള ഇടപെടലുകൾ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ഏതെങ്കിലും തരത്തിലൊരു നയപരമായ തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത് ഈ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് എന്തായാലും സർക്കാർ കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. അതിൻ്റെ ഒരു മുൻകരുതൽ, അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതികളുടെ ഇടപെടലുകൾ പലതരത്തിലും പല സമയങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട് പല ദേവസ്വങ്ങൾക്ക് മേൽ. പ്രത്യേകിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു വിമർശനം ഉന്നയിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വടക്കുംനാഥ ക്ഷേത്രവും വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ നിരവധി വിധികൾ ഹൈക്കോടതികൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കണമെന്ന് കർശനമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ളവ നടക്കുന്ന സമയത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല വിധത്തിൽ കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കോടതികളുടെ ഈ ദേവസ്വങ്ങൾക്ക് മേലുള്ള, ദേവസ്വങ്ങളുടെ ഈ ചടങ്ങുകൾക്ക് മേലുള്ള ഇടപെടലുകൾ അതിൽ അസ്വസ്ഥനാണ് ഈ ദേവസ്വം മന്ത്രി എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ സർക്കാർ ഏത് തരത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയും, പുതിയൊരു നിയമം ഒക്കെ തന്നെ പാസ്സാക്കിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നയപരമായി അതിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ് ദേവസ്വം മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ, അതായത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എത്രമാത്രം എന്തൊക്കെയാണ് ശബരിമലയിൽ നടന്നതെന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരാൻ തന്നെ കാരണം പ്രധാനമായും കോടതിയുടെ ഇതിന്മേലുള്ള ഇടപെടൽ ഉണ്ടാവുകയും നിരന്തരം കോടതി കേസെടുക്കുകയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്.